നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരക്കി പിണറായിയിലെ വീട്ടിലും തറവാട്ടിലും MLA ഓഫീസിലും എത്തിയ അജ്ഞാതൻ. പോലീസിനെ അക്ഷരാർത്ഥത്തിൽ ഈ അജ്ഞാതൻ വട്ടം കറക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇയാൾ ഓട്ടോയിൽ മുഖ്യമന്ത്രിയുടെ തറവാട് വീടായ എടക്കടവ് മുണ്ടയിൽ വീട്ടിലെത്തിയത്. മുഖ്യമന്ത്രിയുണ്ടോ എന്ന് അന്വേഷിച്ചു. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കാണണമെന്ന് പറഞ്ഞു. പിന്നീട് പിണറായിയിലെ പാണ്ഡ്യാലമുക്കിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിലും MLA ഓഫീസിലും എത്തി. ഇതോടെ പോലീസിനൊക്കെ വലിയ രീതിയിലുള്ള സംശയം തോന്നി. ആരാണ്, എന്താണ്, മുഖ്യമന്ത്രിയെ കാണണമെന്ന, മുഖ്യമന്ത്രി ഉണ്ടോ എന്ന് അന്വേഷിച്ച ഒരു വ്യക്തി എത്തിയിരിക്കുന്നു എന്ന ആശങ്കയൊക്കെ പിന്നാലെ ശക്തമാകുന്നു. തലങ്ങും വിലങ്ങും പോലീസ് പായുന്ന സാഹചര്യമുണ്ടായി. കണ്ണൂരിൽ നിന്ന് ആളെ കണ്ടെത്തുകയും ചെയ്തു. കമ്മീഷണറെ അടുത്തെത്തിച്ച് ഈ വ്യക്തിയെ ചോദ്യം ചെയ്യുകയുണ്ടായി. മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം വളരെയധികം ചില നേരത്തേക്കെങ്കിലും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന സംഭവമായി മാറി. അതേസമയം കേരളത്തിലെ ജയിലുകളിൽ കുറ്റവാളികളായി എത്തുന്നവരുടെ സന്മാർഗീകരണമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിശീലനം പൂർത്തിയാക്കിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശിക്ഷാ കാലാവധിക്ക് ശേഷം മാന്യമായ ജീവിത നിലവാരം ഉറപ്പാക്കാനുള്ള തൊഴിൽ പരിശീലനവും വിവിധ വിദ്യാഭ്യാസ പരിപാടികളും നടക്കുന്നുണ്ട്. ഭക്ഷണ നിർമ്മാണ യൂണിറ്റുകൾക്ക് പുറമെ ഫാഷൻ ഡിസൈനിങ്, ബ്യൂട്ടി പാർലർ, കല്ലുവെട്ട് യൂണിറ്റ്, ജൈവ പച്ചക്കറി കൃഷി, റബ്ബർ, കശുമാവ് പ്ലാന്റേഷൻ, പശു, ആട്, കോഴി, മുയൽ ഫാമുകൾ, വനിതാ അന്തേവാസികൾക്കായി സാനിറ്ററി നാപ്കിൻ നിർമ്മാണ യൂണിറ്റ് ഇവയെല്ലാം ജയിലുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്തേവാസികളെ സാമൂഹ്യ ജീവിതത്തിന് അനുയോജ്യരാക്കി മാറ്റാൻ ഇവ സഹായിക്കും. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത് ഉത്തമ വ്യക്തികളായിട്ടാകണം, അല്ലെങ്കിൽ ശിക്ഷ കൊണ്ട് അർത്ഥമില്ല. ഇത് ഉൾക്കൊണ്ടുള്ള പ്രവർത്തനമാണ് സേനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കുറ്റം ചെയ്തവരെ കൊടും കുറ്റവാളിയാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകരുത്. അപൂർവമായ സാഹചര്യങ്ങളിൽ ചില കുറ്റവാളികൾ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചേക്കാം. അത്തരം പരാതി കിട്ടിയാൽ ഗൗരവമായി പരിശോധിക്കുമെന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതേസമയം രാജ്ഭവന്റെ പുതിയ സംരംഭമായ ഇൻഹൌസ് ജേണൽ രാജഹംസ് പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു. സെപ്റ്റംബർ 28-ന്, അതായത് നാളെ രാവിലെ 10:30 രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ സാന്നിധ്യത്തിൽ ശശി തരൂർ MP രാജഹംസ് ഏറ്റുവാങ്ങും. ഗവർണറുമായും രാജ്ഭവനുമായും ബന്ധപ്പെട്ട വാർത്തകളും ആനുകാലിക ദൈക്ഷണിക പ്രാധാന്യമുള്ള ലേഖനങ്ങളും ഉൾപ്പെടുത്തിയാവും പുസ്തകം പുറത്തിറക്കുക. ആദ്യമായാണ് രാജ്ഭവൻ ഇത്തരത്തിൽ ത്രൈമാസിക എന്ന നിലയിൽ ഇൻഹൌസ് ജേണൽ പുറത്തിറക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതിനിടെയാണ് ഇൻഹൌസ് ജേണൽ പ്രകാശനത്തിനായി ഗവർണർ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നത്. രാജ്ഭവനിലെ ഓഡിറ്റോറിയത്തിൽ വച്ച് കാവിക്കോട് ഏന്തിയ ഭാരതാംബയെ ചിത്രത്തെ ചൊല്ലി മുൻപ് സർക്കാരും ഗവർണറും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നത ഉടലെടുത്തിരുന്നു. ഔദ്യോഗിക പരിപാടികളിൽ സർക്കാർ ചിഹ്നങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് മന്ത്രിസഭ രാജ്ഭവനെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങൾക്ക് ഒടുവിൽ ചില മഞ്ഞൊരുക്കങ്ങളുണ്ടായി. അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ മറ്റൊരു മഞ്ഞൊരുക്കത്തിനും കൂടി സാക്ഷിയാകാൻ പോവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.